നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ വൈൻ കമ്പനിയായ സുല വൈൻയാർഡ്സിനെക്കുറിച്ചാണ്. അവരുടെ ഏറ്റവും പുതിയ ഇൻവെസ്റ്റർ റിപ്പോർട്ട് പുറത്തുവന്നിട്ടുണ്ട്. അതിൽ കുറച്ച് അപ്രതീക്ഷിതമായ കാര്യങ്ങളുണ്ട്. നമുക്ക് അതൊന്ന് വിശദമായി നോക്കാം. ഒരു മാർക്കറ്റ് ലീഡർ, അതും തങ്ങളുടെ ഫീൽഡിൽ എതിരാളികളില്ലാത്തൊരു കമ്പനിക്ക് പെട്ടെന്നൊരു മോശം ക്വാർട്ടർ വന്നാൽ എന്ത് സംഭവിക്കും? സുലയുടെ കാര്യത്തിൽ അതുതന്നെയാണ് സംഭവിച്ചത്. അവരുടെ ലേറ്റസ്റ്റ് റിപ്പോർട്ടിലൊരു കണക്ക് ആരെയൊന്ന് ഞെട്ടിക്കും. -58.5%. അതെ, കഴിഞ്ഞ വർഷം ഇതേ സമയത്തേക്കാൾ അവരുടെ ലാഭത്തിൽ 58% കൂടുതൽ ഇടിവ്. അപ്പോൾ സ്വാഭാവികമായും ചോദ്യം വരും, എന്താണ് സുലയിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? അപ്പോൾ ഈ വലിയ ഇടിവിന് പിന്നിലെ കാരണം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അവരുടെ പ്രധാന സാമ്പത്തിക കണക്കുകളിലേക്ക് ഒന്ന് ആഴത്തിൽ നോക്കണം. ഇവിടെ നോക്കൂ, അവരുടെ വരുമാനം, അതായത് റവന്യൂ, വെറും 1.1% മാത്രമാണ് കുറഞ്ഞത്. പക്ഷെ ലാഭം നോക്കിയാൽ 58.5% ഇടിഞ്ഞു. വരുമാനത്തിൽ ചെറിയൊരു കുറവ് മാത്രം വന്നപ്പോൾ ലാഭം ഇത്രയധികം ഇടിയണമെങ്കിൽ അവിടെ കാര്യമായി എന്തോ പ്രശ്നമുണ്ട്, അല്ലേ? ഈ കണക്കുകൾക്ക് പിന്നിൽ ശരിക്കും രസകരമായ ഒരു കഥയുണ്ട്. ഇത് ഒരേ സമയം രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് സഞ്ചരിക്കുന്ന രണ്ട് ബിസിനസ്സുകളുടെ കഥയാണ്. സുലയുടെ ഉള്ളിൽ തന്നെയാണ് ഈ രണ്ട് ബിസിനസ്സുകളും. നോക്കൂ, ഒരു വശത്ത് അവരുടെ പ്രധാന ബിസിനസ്സായ വൈൻ വിൽപ്പന 2.5% ഇടിഞ്ഞു. പക്ഷെ മറുവശത്ത് അവരുടെ വൈൻ ടൂറിസം ബിസിനസ് 7.7% വളർന്നു. ഒന്ന് താഴോട്ട് പോകുമ്പോൾ മറ്റേത് റെക്കോർഡ് വേഗതയിൽ മുകളിലേക്ക് കുതിക്കുന്നു. അപ്പോൾ നമുക്ക് ആദ്യം ആ ഇടിവ് വന്ന ഭാഗം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് വൈൻ വിൽപ്പന കുറഞ്ഞത്? അതിന്റെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് അവരുടെ ഒരു പ്രധാന മാർക്കറ്റിൽ സംഭവിച്ച ഒരു താൽക്കാലിക പ്രശ്നത്തിലാണ്. കമ്പനി ഇതിനെ റൂട്ട് ടു മാർക്കറ്റ് ഡിസ്റപ്ഷൻ എന്നാണ് വിളിക്കുന്നത്. സംഭവം സിമ്പിളാണ്. സുലയുടെ മൂന്നാമത്തെ വലിയ മാർക്കറ്റാണ് തെലങ്കാന. അവിടുത്തെ റീറ്റെയിൽ ഷോപ്പുകളുടെ ലൈസൻസ് പുതുക്കേണ്ട സമയമായിരുന്നു അത്. ആ പ്രോസസ്സ് നടക്കുന്നതുകൊണ്ട് അവർക്ക് പുതിയ സ്റ്റോക്ക് വാങ്ങാൻ പറ്റിയില്ല. അതോടെ അവിടുത്തെ വിൽപ്പന നിന്നു. കമ്പനി പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ തെലങ്കാനയിലെ പ്രശ്നം മാറ്റി നിർത്തിയാൽ അവരുടെ സ്വന്തം ബ്രാൻഡുകളുടെ വരുമാനം യഥാർത്ഥത്തിൽ കൂടിയിട്ടേ ഉള്ളൂ എന്നാണ്. അതായത് ഈ പ്രശ്നം ഒരു പ്രത്യേക സ്ഥലത്ത് മാത്രമായി ഒതുങ്ങി നിന്നു. മൊത്തത്തിലുള്ള ഡിമാൻഡിന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ല. ശരി, അപ്പോൾ വൈൻ വിൽപ്പനയിലെ പ്രശ്നം നമുക്ക് മനസ്സിലായി. പക്ഷേ ഇതേ സമയത്ത് തന്നെ സുലയുടെ ബിസിനസിന്റെ മറ്റേ ഭാഗത്ത് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അവിടെ കഥ നേരെ തിരിച്ചാണ്. വൈൻ ടൂറിസം ശരിക്കും കത്തിക്കയറുകയായിരുന്നു. ഇതൊരു റെക്കോർഡ് ക്വാർട്ടറായിരുന്നു അവർക്ക് ടൂറിസത്തിൽ. 77,000-ലധികം സന്ദർശകർ, 77% റൂം ഒക്യുപ്പൻസി. അതും മഴക്കാലം കുറച്ച് നീണ്ടുപോയൊരു സമയത്താണ് ഈ നേട്ടമെന്നോർക്കണം. ഇതവരുടെ ടൂറിസം ബിസിനസ് എത്ര ശക്തമാണെന്ന് കാണിക്കുന്നു. അപ്പോൾ ഈ ടൂറിസം വിജയത്തിന് പിന്നിൽ എന്താണ്? ഒന്ന്, അവർ ദി ഹെവൻ എന്ന പേരിൽ ഒരു പുതിയ ലക്ഷറി റിസോർട്ട് തുടങ്ങി. പിന്നെ പുതിയ സമൃദ്ധി ഹൈവേ വന്നതോടെ മുംബൈയിൽ നിന്ന് നാസിക്കിലേക്കുള്ള യാത്രാസമയം 45 മിനിറ്റ് കുറഞ്ഞു. കർണാടകയിലും അവർ പുതിയ വികസനങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആളുകളെ അങ്ങോട്ട് ആകർഷിക്കുന്നു. അപ്പോൾ ഇതൊരു ചെറിയ സൈഡ് ബിസിനസ്സാണെന്ന് കരുതരുത്. ഒരു വർഷം 3,30,000-ലധികം ആളുകൾ സന്ദർശിക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള വൈൻയാർഡുകളിൽ ഒന്നാണ് സുല. അപ്പോൾ ഈയൊരു ക്വാർട്ടറിലെ കണക്കുകൾ കണ്ട് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. സുല വെറുമൊരു വൈൻ കമ്പനി മാത്രമല്ല, ഇന്ത്യൻ മാർക്കറ്റിലെ ഒരു അതികായനാണ്. ഇന്ത്യൻ വൈൻ മാർക്കറ്റിന്റെ പകുതിയിൽ കൂടുതൽ, അതായത് 50%-ലധികം മാർക്കറ്റ് ഷെയർ സുലയുടെ കയ്യിലാണ്. അവർ തന്നെയാണ് ഇവിടുത്തെ കിങ്. അവരുടെ ഫോക്കസ് എവിടെയാണെന്ന് ഈ ചാർട്ട് വ്യക്തമാക്കും. മൊത്തം വിൽപ്പനയുടെ 78% വരുന്നത് അവരുടെ വില കൂടിയ, അതായത് എലൈറ്റ് പ്രീമിയം കാറ്റഗറിയിലുള്ള വൈനുകളിൽ നിന്നാണ്. സാധാരണ വൈനുകൾക്ക് അത്ര പ്രാധാന്യം അവർ കൊടുക്കുന്നില്ല. ശരി, ഇതൊക്കെയാണ് നിലവിലെ അവസ്ഥ. ഇനി മുന്നോട്ടു പോകാൻ സുല എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്ന് നോക്കാം. വളർച്ചയ്ക്കായി അവർക്ക് വളരെ വ്യക്തമായ ഒരു പ്ലാൻ തന്നെയുണ്ട്. അവർക്ക് 6 പ്രധാന കാര്യങ്ങളിലാണ് ഫോക്കസ്. പുതിയ വൈനുകൾ ഇറക്കും, പുതിയ മാർക്കറ്റുകളിലേക്ക് കടന്നുചെല്ലും, ബ്രാൻഡിന്റെ പ്രചാരം കൂട്ടാനായി സുലഫെസ്റ്റ് പോലുള്ള പരിപാടികൾ നടത്തും, പിന്നെ ടൂറിസം കൂടുതൽ വികസിപ്പിക്കും, വൈനറിയുടെ കപ്പാസിറ്റി കൂട്ടും, ആവശ്യമെങ്കിൽ മറ്റു കമ്പനികളെ ഏറ്റെടുക്കാനും അവർ തയ്യാറാണ്. ശരിക്കും ഒരു ഓൾറൗണ്ട് പ്ലാൻ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? ലാഭത്തിലെ വലിയ ഇടിവ് കണ്ടപ്പോൾ ഒരു പേടി തോന്നാമെങ്കിലും അതിന്റെ കാരണം തെലങ്കാനയിലെ ഒരു താൽക്കാലിക പ്രശ്നം മാത്രമായിരുന്നു. അതേസമയം കമ്പനിയുടെ അടിത്തറയും ടൂറിസം പോലുള്ള മറ്റു ബിസിനസ്സുകളും വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ടു പോകുന്നുണ്ട്. അപ്പോൾ അവസാനം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു ടൂറിസം ബൂമും വ്യക്തമായ ഒരു ഗ്രോത്ത് പ്ലാനും കയ്യിലുണ്ടെങ്കിൽ ഒരു താൽക്കാലിക പ്രതിസന്ധിയെ മറികടക്കാൻ സുലയ്ക്ക് സാധിക്കുമോ? ഒരു മാർക്കറ്റിലെ ചെറിയൊരു പ്രശ്നം പോലും എത്ര വലുതാണെന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിച്ചു. പക്ഷെ അതേസമയം ഒരു ബിസിനസ്സിന് ഒന്നിലധികം വരുമാനമാർഗങ്ങൾ ഉണ്ടാകുന്നതിന്റെ പ്രാധാന്യവും ഇത് കാണിച്ചു തരുന്നു. ഇനി അറിയേണ്ടത് ഒന്നേ ഉള്ളൂ,
എത്ര വേഗത്തിൽ അവർ ഈ അവസ്ഥയിൽ നിന്ന് കരകയറും.